പോലീസിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് SFI പ്രവർത്തകർ. ലഹരി പരിശോധന നടത്തിയ പോലീസിനെ കൊണ്ടാണ് മാപ്പ് പറയിച്ചത്. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന. കൊയിലാണ്ടി ASC ജമീലയാണ് SFIക്കാരോട് മാപ്പ് പറഞ്ഞത്. ഞാൻ മാപ്പ് പറയണം മക്കളെ, മാപ്പ് എന്നോട് എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയിക്കോട്ടെ, മാപ്പ് ഇട്ടോ, മോൻ പോയിക്കോ, മാപ്പ് ഇട്ടോ, മാപ്പ് എല്ലാത്തിനും മാപ്പ്. ഇനി എന്താ മോനെ, മാപ്പ് ഇട്ടോ, മാപ്പ് ഇട്ടോ, ഞാൻ രണ്ടാളോടും മാപ്പ്. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പരിശോധന കർശനമാക്കിയത്. ഇതിനിടയിലാണ് ചില വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചെലവഴിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ വിദ്യാർത്ഥികളുടെ കൈകളിൽ ലഹരി മരുന്നുണ്ടോ എന്ന പരിശോധനയും പോലീസ് നടത്തിയിരുന്നു. ഇതറിഞ്ഞ് സംഭവ സ്ഥലത്തെത്തിയ SFI പ്രവർത്തകരാണ് പോലീസിനോട് തട്ടിക്കയറിയത്. വിദ്യാർത്ഥികളുടെ കൈകളിൽ ലഹരി മരുന്നില്ലെന്നും പരിശോധന നടത്തിയതിൽ പോലീസ് മാപ്പ് പറയണമെന്നുമായിരുന്നു SFI പ്രവർത്തകരുടെ ആവശ്യം. ഒടുവിൽ പോലീസ് SFI പ്രവർത്തകർക്ക് മുന്നിൽ മാപ്പ് പറഞ്ഞു. ഞാൻ മാപ്പ് പറയണം മക്കളെ, മാപ്പ് എന്നോട് എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയിക്കോട്ടെ, മാപ്പ് ഇട്ടോ, മോൻ പോയിക്കോ, മാപ്പ് ഇട്ടോ, മാപ്പ് എല്ലാത്തിനും മാപ്പ്. ഇനി എന്താ മോനെ, മാപ്പ് ഇട്ടോ, മാപ്പ് ഇട്ടോ, ഞാൻ രണ്ടാളോടും മാപ്പ്. അവിടെയുണ്ടായിരുന്ന മറ്റു വിദ്യാർത്ഥികളോട് കൊയിലാണ്ടി ASI ജമീല മാപ്പ് പറയുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കേൾക്കാം. സർക്കാരിന്റെയും ഡിവൈഎഫ്ഐയുടെയും തണലാണ് SFI പ്രവർത്തകരുടെ ഈ അഹങ്കാരത്തിന് കാരണമെന്ന് കണ്ടുനിന്ന നാട്ടുകാർ പറഞ്ഞു. ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പാളിനെ ആക്രമിച്ചവർ തന്നെയാണ് പോലീസിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച സംഭവത്തിലുമുള്ളത്. ജനം, കോഴിക്കോട്.